അലർജിയുള്ള നിങ്ങളോട് തണുപ്പ് കഴിക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ അതിന് കാരണം എന്നറിയോ? അലർജിയുള്ള ആളുകൾക്ക് തണുപ്പുള്ള പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ തുമ്മല് മൂക്കൊലിപ്പൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പെട്ടെന്നുള്ള തണുപ്പ് കഴിക്കുമ്പോൾ നമ്മൾ മൂക്കിൽ അതുപോലെ തൊണ്ടയിലൊക്കെ ഉള്ള ചെറിയ സ്ഥലങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഈ സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമ്മൾ തണുപ്പ് കഴിക്കുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാവുകയാണ്. ഈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ഞരമ്പുകളൊക്കെ കൂടുതലായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും ശക്തമായിട്ടുള്ള അലർജിയുടെ സിംറ്റംസ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലർജിയുള്ള ആളുകൾക്ക് അവരുടെ ശരീരം വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ തണുപ്പ് കഴിക്കുമ്പോൾ തന്നെ അതൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് നമ്മുടെ ശരീരം കാണുകയും കൂടുതലായിട്ട് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇത് കാരണം കൂടുതലായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. കൂടുതലായിട്ട് തണുപ്പ് കഴിക്കുമ്പോൾ മൂക്കൊക്കെ പെട്ടെന്ന് അടയുകയും കൂടുതലായിട്ട് കഫം ഉണ്ടാവാനും കാരണമാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അലർജിയുള്ള അധികം ആളുകൾ തണുപ്പുള്ളത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തണുത്തത് കഴിക്കാതിരിക്കും. റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിക്കുമ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെറും വയറ്റിൽ ഒരു കാരണവശാലും നിങ്ങൾ തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കരുത്. രാത്രി കാലങ്ങളിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. കാരണം ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തണുത്തത് കഴിക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ചായ ഒക്കെ കുടിക്കുന്നത് വഴി നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അലർജി കൂടുതലുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം തണുപ്പുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ബോഡിയുടെ അലർജി ടെൻഡൻസി ആയതുകൊണ്ട് തന്നെ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ തണുത്തത് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.